പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാല ളാലം പഴയ പള്ളിയിൽ 8 നോമ്പ് ആചരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 8 വരെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളും 414-ാമത് കല്ലിട്ട തിരുനാളും സംയുക്തമായി ആചരിക്കും. 30-ന് വൈകുന്നേരം 4-ന് പുതുതായി നിർമ്മിച്ച കൊടിമരത്തിന്റെ ആശീർവാദവും തിരുനാൾ കൊടിയേറ്റും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിക്കും. വികാരി ഫാദർ ജോസഫ് തടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 31 ഞായർ മുതൽ സെപ്റ്റംബർ 7 വരെ തിരുനാളിന് എല്ലാ ദിവസവും വെളുപ്പിന് 4:30 മുതൽ 5:30 വരെ ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയും രാവിലെ 5:30, 7, 9:30, ഉച്ചകഴിഞ്ഞ് 4:30-നും വൈകിട്ട് 7-നും ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും തുടർന്ന് ആഘോഷമായ ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പ്രധാന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 തിങ്കൾ വെളുപ്പിന് 4:15 മുതൽ പൂച്ചെണ്ട് സമർപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. 4:30-ന് ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയും നടക്കും. രാവിലെ 5:30, 7, 9:30, ഉച്ചയ്ക്ക് 12:30 എന്നീ സമയങ്ങളിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും സന്ദേശവും നൊവേനയും ഉണ്ടായിരിക്കും. വൈകുന്നേരം 4-ന് ആഘോഷമായ തിരുനാൾ റാസയും നൊവേനയും നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺ ചുറ്റിയുള്ള ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറങ്ങും. ഓഗസ്റ്റ് 30-ാം തീയതി മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള തീയതികളിലാണ് മാതാവിൻ്റെ ജന്മത്തിരുനാൾ. അതുപോലെ പള്ളിയുടെ 414-ാമത് കല്ലിട്ട തിരുനാൾ സംയുക്തമായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. 30-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പുതുതായി പണിതീർത്ത കൊടിമരത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുകയും കൊടിയേറ്റുകയും ചെയ്യും. പരിപാടികൾക്ക് വികാരി ഫാദർ ജോസഫ് തടത്തിൽ, പാസ്റ്ററൽ അസിസ്റ്റന്റ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ, അസിസ്റ്റന്റ് വികാരിമാരായ സ്കറിയ മേനാംപറമ്പിൽ, റവറന്റ് ഫാദർ ആന്റണി നങ്ങാപ്പറമ്പിൽ, കൈക്കാരന്മാരായ ബോബിച്ചൻ ചക്കാലയ്ക്കൽ, ടെൻസൺ വലിയകാപ്പിൽ, ജോർജ് കുട്ടി ഞാവള്ളിൽ എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പാലാ.